നമസ്കാരം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങാണ് ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. തന്നെയും താൻ ജീവിച്ച സ്ഥലത്തെയും കാലത്തെയും സമൂഹത്തെയും അനുഭവങ്ങളുടെ ആഴത്തോടെ ഭാവനയുടെ വെളിച്ചത്തിൽ മഷി പുരട്ടി നമുക്ക് മുന്നിൽ എത്തുകയാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങിലൂടെ. ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നതിനായി ശ്രീ മഹേഷ് മാണിക്യം അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ വേദിയിൽ ഇന്ന് 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. 2 പുസ്തകങ്ങളും വളരെയേറെ ശ്രദ്ധേയരായ 2 പ്രധാന എഴുത്തുകാരുടെ 2 പുസ്തകങ്ങളാണ്. വിനീത് തുന്നോളിയുടെ പുസ്തകം മലബാറിലെ അല്ലെങ്കിൽ ഉത്തര കേരളത്തിലെ നമുക്കൊരിക്കലും നമ്മുടെ സംസ്കാരമായി ചേർത്ത് വെക്കപ്പെടുന്ന നമ്മുടെ കലകളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രചനയാണ്. വിനീത് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ജോലി രാജിവെച്ചുകൊണ്ടാണ് എഴുത്തിലേക്ക് കടന്നു വരുന്നത്. പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പല എഴുത്തുകാരും എഴുത്തിനെ പൂർണ്ണസമയ പ്രവർത്തനമായി കണ്ടുകൊണ്ടാണ് മലയാള സാഹിത്യരംഗത്തേക്ക് കടന്നു വരുന്നത്. അത്തരമൊരു എഴുത്തുകാരനാണ് ശ്രീ വിനീതും. ശ്രീ വിനീതിൻ്റെ പുസ്തകവും അതോടൊപ്പം തന്നെ ശ്രദ്ധേയനായ ബി എൽ പിള്ളയുടെ കഥാസംഹാരമാണ് ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത്. 2 പുസ്തകവും ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ അത് ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പുസ്തകങ്ങളും മികച്ച വായനാനുഭവം നൽകട്ടെ, ധാരാളം വായനക്കാർ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ഈ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത് കേരള നിയമസഭയുടെ യുവ MLA CR മഹേഷാണ്. കേരള നിയമസഭയിലെ യുവ MLA-മാരിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്ന ശ്രീ CR മഹേഷ് ഈ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും. സൈഗതം ബുക്സിന് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസാണ്. വള്ളിക്കാവിനെ മലയാളത്തിൻ്റെ സാംസ്കാരിക ലോകത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എഴുത്തുകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, പ്രസാധകനാണ് എന്നീ വിവിധ മേഖലയിൽ നിറസാന്നിധ്യമായ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനെ സൈഗതം ബുക്സിന് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ വേദിയിലുള്ള സൈഗതം ബുക്സിൻ്റെ MD സംഗീത ജസ്റ്റിൻ, യുവ സംരംഭക എന്ന നിലയ്ക്കും സൈഗതത്തിൻ്റെ ചുമതലക്കാരി എന്ന നിലയ്ക്കും ശ്രദ്ധേയമായ രീതിയിലേക്ക് തൻ്റെ പ്രസാധക സംഘത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സംഗീതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംഗീതയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ഞാൻ സ്വാഗതം പറയേണ്ട നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരായ 2 പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വിനീതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. വിനീതിന് പുതിയ തലങ്ങളിലേക്ക് തൻ്റെ രചനാ മേഖല കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ സൈഗതത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി BL പിള്ള കുളിച്ചാലിനെയാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം സൈഗതത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സൈഗതം ബുക്സിന്റെ ബാനറിൽ ശ്രീ വിനീത് തുണോളിൽ രചിച്ച വിസ്പേഴ്സ് ഓഫ് ദ കസ്റ്റ് ഡാൻസ് ആണ് ആദ്യമായി ഇവിടെ പ്രകാശനം നടത്തുന്നത്. പുസ്തക പ്രകാശനത്തിനായി കരുനാഗപ്പള്ളി MLA ശ്രീ CR മഹേഷ് അവറുകളെയും സ്വീകരിക്കുന്നതിനായി ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ മഹേഷ് MLA സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത്. ഞാനതിന് സന്തോഷം രേഖപ്പെടുത്തുകയാണ്. 2 എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രിയപ്പെട്ട ശ്രീ വിനോദ് തുണോലിൻ്റെയും BL പിള്ള കോളിച്ചാലിൻ്റെയും സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ വായനക്കാരുടെ മനസ്സിൽ ഒരുപാട് ഇഷ്ടം തോന്നുന്ന
ആവേശത്തോടു കൂടി വായിക്കുന്ന 2 പുസ്തകങ്ങളായി മാറട്ടെ എന്നും ഈ ചരിത്ര നിമിഷത്തിൽ ഒരുപക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്താരാഷ്ട്ര പുരുഷോത്സവ വേദിയിൽ തന്നെ, ചരിത്രം ഉറങ്ങുന്ന ഈ വേദിയിൽ തന്നെ ഈ 2 എഴുത്തുകാരുടെയും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് അവരുടെ എഴുത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് കരുത്ത് പകരും എന്ന് സൂചിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഇത് ഏറ്റുവാങ്ങുന്നത് എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ, മികച്ച പ്രഭാഷകൻ, മികച്ച എഴുത്തുകാരൻ, മികച്ച സാംസ്കാരിക പ്രവർത്തകൻ, അതിലെല്ലാം ഉപരി ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനം ശ്രീ വള്ളിക്കാവ് മോഹൻദാസ് സാറ് ആണ്. അദ്ദേഹത്തിന് ഇത് സമ്മാനിച്ചുകൊണ്ട് പ്രകാശനം ചെയ്യുന്നതും എഴുത്തുകാരെ സംബന്ധിച്ച് ഒരു ഭാഗ്യമാണ്. ഈ 2 എഴുത്തുകാർക്കും ഈ 2 പുസ്തകങ്ങൾക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ എല്ലാവർക്കും നമസ്കാരം. സൈഗതം ബുക്സ് പ്രസിദ്ധീകരിച്ച 2 പുസ്തകങ്ങളാണ് ഇവിടെ ഇന്ന് പ്രകാശിപ്പിക്കുന്നത്. ഈ പുസ്തകങ്ങൾ രണ്ടും പ്രകാശിപ്പിച്ച ഞങ്ങളുടെ MLA, ഞാൻ കരുനാഗപ്പള്ളിക്കാരനാണ്, ഞങ്ങളുടെ നിയമസഭാ സാമാജികനാണ് ശ്രീ മഹേഷ്. അദ്ദേഹത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. ഒന്ന്, അദ്ദേഹം കലാകാരനാണ്. കേരളത്തിലെ നിയമസഭാ സാമാജികന്മാരിൽ ചെണ്ടവാദ്യം ഉപയോഗിക്കുന്ന ഏക വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം അതിൽ അദ്വിതീയനാണ്. തായമ്പകയിൽ വളരെ പരിണതപ്രജ്ഞനായ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കലാകാരനാണ്. രണ്ടാമത്തേത്, കേരളത്തിലിപ്പോൾ നിരവധി വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രശസ്തമായ കൃതിയെ അധികരിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകത്തിൻ്റെ പിന്നിലെ ചാലകശക്തി അദ്ദേഹമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർ. അപ്പോൾ ആ തരത്തിൽ കലയുടെ രംഗത്ത് വളരെ ശ്രദ്ധേയനായ ഒരാളാണ് ഈ പുസ്തകം പ്രകാശിപ്പിച്ചത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രകാശന വേദിക്ക് വ്യത്യസ്തതയുണ്ട് എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ 2 പുസ്തകങ്ങളാണ് പ്രകാശിപ്പിക്കുന്നത്. ഒന്ന് ഇംഗ്ലീഷ് പുസ്തകമാണ്. ഒരു മലയാള പ്രസാധകൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ വളരെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. കാരണം ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾക്ക് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റാണുള്ളത്. നാഷണൽ മാർക്കറ്റല്ല, ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഗ്രന്ഥങ്ങളുടെ നിലവാരത്തിലേക്ക് വേണം ഒരു ഇംഗ്ലീഷ് ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രസാധകൻ ശ്രദ്ധിക്കേണ്ടത്. അതൊരു വലിയ വെല്ലുവിളിയാണ്. മലയാളത്തിലെ പുസ്തകങ്ങൾ ഇറക്കുമ്പോൾ മലയാള ഗ്രന്ഥങ്ങളുടെ നിലവാരത്തിൽ ഇറക്കിയാൽ മതിയാവും. പക്ഷേ ഇംഗ്ലീഷ് പുസ്തകങ്ങളാകുമ്പോൾ അത് പോരാ. എന്നാൽ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് വിസ്പേഴ്സ് ഓഫ് ദി കേഴ്സ്ഡ് ഡാൻസ് എന്ന ഈ ഗ്രന്ഥം ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് സന്തോഷത്തോടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ തുടക്കത്തിൽ തന്നെ ഈ സൈഗതത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഇതിൻ്റെ പേപ്പർ ക്വാളിറ്റി എല്ലാം ഒരു ദേശീയ ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പ്രസാധനത്തിൻ്റെ പ്രത്യേകത കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിടങ്ങളിൽ ഒരിടത്ത് പോലും അക്ഷരത്തെറ്റുകൾ കണ്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട. അക്ഷരത്തെറ്റില്ലാത്ത ഒരു പുസ്തകം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ സാഹസമായി ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അക്ഷരത്തെറ്റുകളില്ലാത്ത ഒരു പുസ്തകം ഇനി ഒരുപക്ഷെ എൻ്റെ നോട്ടത്തിൽ വന്നതാകാൻ നിങ്ങൾ വായനക്കാർ ചിലപ്പോൾ കണ്ടുപിടിച്ചെന്ന് വരാം. എങ്കിലും ഒറ്റ വായനയിൽ അക്ഷരത്തെറ്റുകൾ കണ്ടെത്താൻ കഴിയാത്ത ഒരു പുസ്തകമാണ് വിസ്പേഴ്സ് ഓഫ് ദി കേഴ്സ്ഡ് ഡാൻസ് എന്ന ഈ പുസ്തകം. വിനീത് ഇത് എഴുതിയിരിക്കുന്ന ഭാഷ അത് എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ വായന ലളിതമായി വായിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ പലതും കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അങ്ങനെ അല്ല, വളരെ കട്ടിയായിരുന്നു. ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ വായന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ല. പുതിയ എഴുത്തുകാർ വളരെ ചെറിയ വാക്കുകൾ, വളരെ ചെറിയ വാചകങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് രചനയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഭാഷയെ ലളിതവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ MP തന്നെ ആദ്യം എഴുതിയിരുന്ന പുസ്തകങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഏറ്റവും പുതിയ കാലത്ത് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ. അംബേദ്കറെക്കുറിച്ച് അദ്ദേഹം അവസാനം എഴുതിയ ഗ്രന്ഥം വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം ഭാഷ കട്ടിയായ ഭാഷയായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ അത് മാറ്റി. അപ്പോൾ കാലത്തിനനുസരിച്ച് ഭാഷയിലുണ്ടാക്കുന്ന ലളിതമായ പ്രയോഗങ്ങളും അവതരണ രീതിയും യഥാർത്ഥത്തിൽ ഇവിടെ വിനീത് പാലിച്ചിരിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നു. ഞാനതിൽ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ
അല്ലേ, മൂന്നാമത്തെ പുസ്തകമാണെന്ന് ബയോഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റ് 2 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഈ പുസ്തകത്തിലൂടെയാണ് ശ്രീ വിനീതനെ ആദ്യമായി പരിചയപ്പെടുന്നത്. ഏറ്റവും കൗതുകകരമായ കാര്യം, അദ്ദേഹം ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. എന്നാൽ ഈ 2 പുസ്തകങ്ങൾക്കും അടുത്ത പുസ്തകം സന്തമസ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് ശ്രീ BL പിള്ളയാണ് എഴുതിയിരിക്കുന്നത്. ഈ 2 പുസ്തകങ്ങൾക്കും അതും വളരെ നന്നായി തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. നല്ല പുസ്തകമാണ്. 2 പുസ്തകങ്ങൾക്കും പൊതുവായി പറയാവുന്ന ഒരു കാര്യം, ഇത് രണ്ടും നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നും അതിഭൗതിക ജീവിതത്തിലേക്ക് പോകുന്ന കഥകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർത്തതെന്ന് പറഞ്ഞാൽ, കുറച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള വായിച്ചിട്ട് ഞെട്ടി ഉറങ്ങാതെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. ദിവസങ്ങളോളം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് അത്തരം പുസ്തകങ്ങൾ പിന്നെ വായിക്കുമ്പോൾ ഭയമാണ് നമുക്ക്. അങ്ങനെ പേടിപ്പെടുത്തുന്ന രാവുകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ എന്നാലും വീണ്ടും ഡിറ്റക്റ്റീവ് നോവലുകൾ തേടിപ്പിടിച്ച് വായിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. സ്കൂൾ ഒരു കൗമാരകാലത്തൊക്കെ ആയിരുന്നു അത്. അപ്പോൾ ആ തരത്തിലുള്ള വായനയുടെ തിരിച്ചുവരവിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്ന കാര്യം എനിക്ക് അത്ഭുതം തോന്നിപ്പോവുകയാണ്. കാരണം മലയാളത്തിൽ ഈ ഫേസ്ബുക്കിനകത്ത് ആദ്യമായി ഫേസ്ബുക്ക് വഴി എഴുതി പുറത്ത് വന്ന ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ഓജോ ബോർഡ് എന്ന പുസ്തകമാണ്. ആ പുസ്തകം അന്ന് ഫേസ്ബുക്കിലൂടെ വായിച്ചു. അതിൻ്റെ പ്രകാശനത്തിന് ക്ഷണിച്ചിരുന്നു. അത് ആലപ്പുഴയിലെ ചൂടുകാട്ടിൽ വെച്ചാണ് ആ പുസ്തകം പ്രകാശിപ്പിച്ചത്. ഓജോ ബോർഡ് എന്നാണ് എൻ്റെ പേര്. എഴുത്തുകാരൻ്റെ പേര് ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. അന്ന് ആരും അറിയുന്നൊരു എഴുത്തുകാരനായിരുന്നില്ല. എനിക്ക് പക്ഷേ ഈ ചൂടുകാട്ടിൽ അന്ന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ പ്രകാശനം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ആ ഓജോ ബോർഡ് എന്ന പുസ്തകം, അതും 2-3 ചെറുപ്പക്കാർ ഒരു ഒഴിഞ്ഞ വീട്ടിലിരുന്നിട്ട് ഓജോ ബോർഡിൽ വെച്ചിട്ട് ആത്മാവിനെ വിളിച്ചു വരുത്തുന്നതാണ് ഈ കഥ. അവസാനം ആത്മാവ് വന്ന് ഈ വീട്ടിലെല്ലാം മുഴുവൻ ഇവരുടെ ജീവിതത്തിലെല്ലാം പ്രശ്നങ്ങളായി മാറുകയാണ്. ഈ ആത്മാക്കളെ ഒഴിവാക്കി വിടാൻ ഒരു പെടാപ്പാട് പെടുന്ന കുറേ ചെറുപ്പക്കാരുടെ കഥയാണ് ഈ ഓജോ ബോർഡ് എന്ന് പറഞ്ഞ കഥ. അതാണ് അത് എഴുതിയ ആൾ പിന്നീട് വലിയ എഴുത്തുകാരൻ, ഇപ്പം മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളുടെ എഴുത്തുകാരനാണ് അദ്ദേഹം എന്ന കാര്യം. അഖിൽ P. ധർമ്മജനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അഖിൽ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അഖിലിൻ്റെ പുതിയ പുസ്തകത്തെക്കുറിച്ചും ഞാൻ അടുത്ത സമയത്തൊക്കെ എഴുതുകയുണ്ടായി. ആ പുസ്തകം ഇപ്പോൾ ഏറ്റവും പുതിയ കാലത്തെ അഖിലിലെ ആദ്യത്തെ പുസ്തകം അതാണ്. അപ്പോൾ മറ്റൊരു വായനയിലേക്ക് ആളുകൾ എത്തുകയാണ്. ഈ ഓജോ ബോർഡ് വന്നതിന് ശേഷം ചെറുപ്പക്കാരെല്ലാം വായനശാലയിലൊക്കെ വന്നിട്ട് ഈ ഡിറ്റക്റ്റീവ് പുസ്തകങ്ങൾ വായിക്കാനും, അല്ലെങ്കിൽ ഈ ആത്മീയത എന്ന് പറയുമ്പോൾ അതിഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും വായിക്കാനും താല്പര്യം കാണിക്കുണ്ടായി. ഈ 2 പുസ്തകത്തിലും അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടും നമ്മളെ അത്ര സുഖകരമായി അവസാനിപ്പിക്കത്തില്ല. ഇപ്പോൾ ആദ്യത്തെ ഈ വിസ്പേഴ്സ് ഓഫ് ദി കേഴ്സ് ഡാൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വടക്കൻ മലബാറിൻ്റെ ജീവിതത്തെയാണ്, വടക്കൻ മലബാറിലെ ഐതിഹ്യങ്ങളിലൂടെയാണ് ഈ നോവൽ കടന്നു പോകുന്നത്. ഐതിഹ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതും സംഭ്രമജനകമായ സിറ്റുവേഷൻസാണ് ഈ നോവലിലുള്ളത്. വായിച്ചു തുടങ്ങിയാൽ അവസാനിക്കുന്നത് വരെ ഒറ്റയടിക്ക് വായിച്ചു പോകും, ആരും താഴെ വയ്ക്കത്തില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മുടെ ഒരു തോന്നൽ, നമ്മുടെ ഒരു ഇതിനോടുള്ള അഗാധമായ ബന്ധം നമുക്ക് മാനസികമായി ഇതിനകത്തുണ്ടായി വരും, ഭയമുണ്ടാവും. അങ്ങനെയാണ് ഇത് കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യരല്ലാത്ത മറ്റ് പ്രേതലോകവുമായിട്ടൊക്കെയുള്ള ഒരു കോൺവെർസേഷനിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ ഗ്രന്ഥത്തിൽ വരുന്നത്. പക്ഷേ കലയുടേതായ ഒരു വലിയ പശ്ചാത്തലം അതിൽ നിലനിൽക്കുന്ന മലബാറിൻ്റെ ഒരു തട്ടകം കൃത്യമായി രേഖപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സന്തമസ എന്ന കൃതിയിലാണെങ്കിൽ ഇത് തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ ഒരാൾ 2 ചെറുപ്പക്കാർ വനത്തിൽ പോകുന്നു. അയാളുടെ ജോലി തന്നെ ഈ ചാനലുകൾക്ക് വേണ്ടി ആത്മാവുകളെക്കുറിച്ചുള്ള, ആത്മാവുകളുടെ ജീവിതത്തെക്കുറിച്ചും ആത്മാവുകളുടെ ഇടപെടലുകളെക്കുറിച്ചുമൊക്കെയുള്ള സ്റ്റോറി ചെയ്യുന്ന ആളാണ്. അപ്പോൾ തൊഴിൽ തന്നെ അതാണ്. അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്ന ആളുകൾ 2 ചെറുപ്പക്കാർ അവർ കാട്ടിൽ പോകുന്നു. കാട്ടിൽ പോയി ആദ്യത്തെ ഒരാൾ പോകുമ്പോൾ അയാൾ കാണുന്നത് ഒരിടത്ത് ഒരു മരമുറി, കാട്ടിനകത്ത് ഒറ്റയ്ക്ക് പോവുകയാണ്. പോകുമ്പോൾ മരമുറിക്കുന്നത് കാണുന്നു, മരമുറിക്കുന്നത് കേൾക്കുന്നു. അയാൾ അടുത്തേക്ക് ചെല്ലുന്നു. അടുത്ത് ചെല്ലുമ്പോഴാണ് ഒരു ജീവി മരം മുറിക്കുന്നുണ്ട്, പക്ഷേ തലയില്ലാത്തൊരു ജീവി മരം മുറിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഈ 1-ാം ചാപ്റ്ററിൽ കാണുന്നത്. പിന്നെ നിങ്ങൾ അടുത്ത ചാപ്റ്റർ വായിക്കാതിരിക്കത്തില്ല. എനിക്ക് തോന്നുന്നത് BL പിള്ള വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ 1-ാം ചാപ്റ്റർ അവസാനിപ്പിച്ചിരിക്കുന്നത്. തലയില്ലാത്തൊരു ജീവിയെ നമ്മുടെ മുന്നിലേക്ക് പിടിച്ചിട്ടിട്ട് നമ്മളതിന് മുന്നിൽ അന്തം വിട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ നോവലിൻ്റെ അവസാനം വരുന്നത്. നോവലിൻ്റെ അവസാനം അങ്ങനെ മാത്രമല്ല, ഈ തലയില്ലാത്ത ജീവിയെ കണ്ട ആളിനെ തന്നെ കൊല്ലുന്നു. അതോടുകൂടിയാണ് ആ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഞാൻ ബാക്കി കാര്യം പറഞ്ഞില്ല, ആരും പുസ്തകം വാങ്ങാതെ പോയി കളയും. ഇതെല്ലാം കേട്ട് സൂചിച്ചങ്ങ് പോകും എല്ലാവരും. അതുകൊണ്ട് ഞാൻ ബാക്കി കഥ പറയുന്നില്ല, തുടക്കം മാത്രം പറയുന്നു. ഈ 2 എഴുത്തുകാരും വർത്തമാനകാല വായനയെ സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് എന്തായാലും പ്രയോജനം എന്ന് വെച്ചാൽ അത് വേറെ കാര്യം, അതൊക്കെ വേറെ ഡിസ്കഷനാണ്. പക്ഷേ വായനയിലേക്ക് വായനക്കാരനെ പിടിച്ചിരുത്തുകയും അതിൽ നിന്ന് വായനക്കാരന് രക്ഷപ്പെടാനാവാത്ത തരത്തിൽ അതിന് തളച്ചിടുകയും ചെയ്യുന്ന രചനാതന്ത്രമാണ് 2 എഴുത്തുകാരും പാലിച്ചിരിക്കുന്ന. ഒന്ന് ഇംഗ്ലീഷ് ഭാഷയിലാണ്, ഒന്ന് മലയാള ഭാഷയിലാണ്.
എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ സൈഗതത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ എങ്ങനെ ഇവർ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടെത്തി ഇവരെ പിടിച്ച് എഴുതിച്ചു എന്നുള്ള കാര്യമാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. അതോ യാദൃച്ഛികമായിട്ട് ഈ മാറ്റർ ഇവരുടെ കൈവശം വന്നതാണോ എന്നറിയില്ല. എന്നാലും രണ്ടിനും ആളുകളെ പിടിച്ചിരുത്തി വായിപ്പിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ഈ രണ്ട് ഗ്രന്ഥത്തിലും പാലിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് ഗ്രന്ഥവും അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ അങ്ങനെയാണോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ അത് വേറെയാണ്. പക്ഷേ ഇവിടെ വായന എന്ന് പറയുന്നത് ഒരാളിനെ ഇങ്ങനെ ആ ഗ്രന്ഥത്തിൽ നിന്ന് വിടാതെ പിടിച്ചിരുത്തിക്കൊണ്ട് പോവുക എന്ന തന്ത്രം കൃത്യമായി പാലിച്ചിരിക്കുന്നു. ഈ രണ്ട് ഗ്രന്ഥങ്ങളും വളരെ രസകരമായി വായിച്ചു പോകാൻ കഴിയും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞെട്ടാൻ പറ്റും. നമ്മുടെ ഈ ഇടയ്ക്ക് നമുക്ക് സ്വയം നമ്മൾ ഇവിടെ തന്നെയാണോ ഇരിക്കുന്നത്, നമ്മൾ ഇരിക്കുന്ന കസേര ശരി തന്നെയാണോ എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. ഏതായാലും ഈ രണ്ട് പുസ്തകങ്ങൾ നന്നായി വായിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പുതിയ ചെറുപ്പക്കാർ ധാരാളമായി ഇത്തരം വായനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതും നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഈ ഇടയ്ക്കൊരു കാലത്ത് അതൊക്കെ ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല, വീണ്ടും തിരിച്ചു വരുന്നു. ബ്രാം സ്റ്റോക്കർ മാത്രമല്ല, വെളുത്ത കത്രീന പോലെയൊക്കെയുള്ള നമ്മുടെ പരിഭാഷപ്പെടുത്തപ്പെട്ട ദുർഗാസ് പ്രസാദ് ഖത്രിയുടെയൊക്കെ മോഹൻ ഡി അങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങളുടെയൊക്കെ റീപ്രിൻറ്റുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ വീണ്ടും ആളുകൾ വായിക്കുന്ന ഒരു കാലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ രണ്ട് പുസ്തകങ്ങളും വരുന്നത്. സംഭ്രമജനകമായ കഥകൾ പറഞ്ഞുകൊണ്ട് വായനക്കാരനെ ഹഠാത് ആകർഷിക്കുകയും വായനയുടെ ലോകത്തേക്ക്, എഴുത്തിൻ്റെ ലോകത്തേക്ക് പുതിയ തലമുറയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു രസതന്ത്രം ഈ രണ്ട് ഗ്രന്ഥങ്ങളിലുമുണ്ട്. അത് നിശ്ചയമായിട്ടും എഴുത്തുകാരൻ്റെ വിജയമാണ്. ആ അർത്ഥത്തിൽ ഈ രണ്ട് എഴുത്തുകാരും വായനക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. തുടർന്ന് വരുന്ന രചനകളിൽ അവർ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയും സമൂഹത്തെ ആകെ വിമലീകരിക്കുന്ന തരത്തിലേക്ക് മാറുന്ന രചനകൾ കൂടി ഇവരിൽ നിന്ന് വരുന്ന കാലത്ത് ഉണ്ടാകും എന്ന പ്രത്യാശയോടുകൂടി പുരോഗമന സാഹിത്യത്തോട് ആഭിമുഖ്യമുള്ള ഒരാൾ എന്ന തരത്തിൽ അത്തരം രചനകൾ കൂടി ഇവർ പിൽക്കാലത്ത് എഴുതണം എന്ന് ഇവരോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയത് അറിയിക്കുന്നു. സൈഗതം ബുക്സിനെ അഭിനന്ദിക്കുന്നു. BL പിള്ളയെയും വിനീതിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്ത ബഹുമാനായ ഞങ്ങളുടെ MLA വ്യക്തിപരമായ എഴുത്തുകാരനത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ കേൾവിക്കാരും ഈ പുസ്തകങ്ങൾ വാങ്ങുകയും ഈ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ദ വിസ്പേഴ്സ് ഓഫ് ദ കാസ്റ്റ് ഡാൻസിൻ്റെ രചയിതാവ് ശ്രീ വിനീത് തുനോളിനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളു. Respected MLA, Sri Mahesh, Dr. Mohan Das, other esteemed guests, and my dear friends, a very good evening to you all. First of all, I'd like to thank our chief guest for the day, Sri Mahesh MLA and Dr. Mohan Das. Thank you so much for your kind words. It's been a completely long journey for me ever since I left the bank. I've been thinking of writing for some time. I began writing when I was in the bank, and I published my first book almost 4 years ago. That was exactly on January 9th, 2021, and today is January 10th, 2025. So it's like almost 4 years has passed. I don't know how the dates got so aligned. Maybe my next book will be on 11th January 2029. Who knows? Anyway, so once again, when Saigadam Books, my publisher, first told me they were planning a book launch, I didn't really expect much. I was expecting a more or less maybe a low-key affair, maybe an online function or something like that. Certainly not one here at the Kerala Legislative Assembly. It was not in my mind at all. So when they told me they were planning this as well, I was kind of skeptical, didn't really think it would go through. So you can imagine my surprise when they told me that the slot was allotted. I was not only surprised, extremely happy as well. So I would like to thank the organizers of the event. Thank you for selecting my book and for allowing this launch to happen over here. I would also like to thank Saigadam Books, my publisher. Without you, none of this would have happened. Thank you for believing in my vision and for doing whatever is necessary to bring it to life. One of the most difficult things for a first, I mean not a first time, I'm not talking about celebrity authors, normal authors like me, is the task of finding a good publisher, because publishers themselves are like flooded with email requests, mail requests on a daily basis. So what happens is authors end up facing a lot of rejections, and it becomes difficult for them, especially in the beginning, but slowly you get used to it. But I was quite fortunate this time around, because after finishing my work, I went online and searched for a good publisher in India. The name of Saigadam Books popped up among many. So I sent them a request, and their response was equally prompt. They asked me for the entire manuscript. I sent it to them. And they came back to me after 2 weeks or so, and they said, "We are ready, this is good, we can go ahead with publishing." Now, it wasn't just a 2-line response. They gave me a complete analysis of my work, outlining the positives and the negatives, and at the end, they gave me a score, and finally said, "Yes, this is fine, we can go ahead with publishing."
Now that is all I wanted to hear, and that's how it began, and finally I'm here today in front of you. So big thanks to Sai Kadam. And the only thing, as I mentioned, I'm really happy here, but then there's a small sense of sadness because my family is not here. My parents, my wife and my son, they were planning to come here. I mean, like, we had planned the entire trip, but due to certain professional commitments of my wife, she couldn't travel. And as a result, my parents also had to stay back to take care of my 1 year and 8-month-old son, Hiren, who is extremely naughty. And but I think that's life sometimes. Things like that do happen. Some of my friends have come here, obviously. My dear friend Kiran Mohan, we're meeting after, I think, 14 years. We are college mates. He's from the ISRO. Very happy to have you here. My dear friend Sushil as well. He's working at the airport over here. Thank you so much for coming. And of course, my dear friend Deepak. He works at the university. I'd like to especially thank Deepak's wife, Gopika, who's actually the moderator of this function. Thank you for doing this, Gopika. And yeah, that's about it. Now, the book, as Sir already mentioned, it's about a bank manager's life who gets himself transferred from Trivandrum all the way up north in Kannur and the difficulties he faces over there. Now, I'm not going to go into the details of the story. It's got to do with Theyyams and Kaliyatam and things like that that we have in rituals that we have in northern part of Kerala. I'm not going to go into the details or I'll end up spilling the entire story. I hope you all will read it. So that's about it. Once again, I'd like to thank you all for taking, for coming here and for being present over here. Thank you so much. It certainly shows your unenduring support for the written word, and it encourages people like me to dream and create. Thank you. Sorry, just 1 minute. I have a few lines. Can I just read it? I thought it's apt for the occasion. It's from the book called Reasons to Live by Ricky Beadle Blair, and it goes like this, just a few lines. As long as we have consciousness, we have creativity. When we abandon the victim voice and embrace our artist's eye, imagination ignites. Abusers become muses, wounds become ideas, our blood calls out for the canvas and brush, and we see inspiration in everything. Today is clay waiting for our hands. The deeper we have to dig, the higher we can build. The darker the night gets, the brighter we can shine. Let's build a gallery in the ghetto and send an open invitation to the world. Thank you. Thanks, Vineet. സൈകതം ബുക്സിൻ്റെ ബാനറിൽ ശ്രീ BL പിള്ള കോളിച്ചാൽ രചിച്ച സന്തമസ് എന്ന ബുക്കിൻ്റെ പ്രകാശന ചടങ്ങാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. പ്രകാശനത്തിനായി MLA ശ്രീ CR മഹേഷിനെ സ്വീകരിക്കുന്നതിനായി ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ BL പിള്ള സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ സന്തോഷകരമായ നിമിഷമാണിത്. ഈ പരിപാടി 2 പുസ്തകങ്ങൾ കേരള നിയമസഭയുടെ ഈ ആകർഷകമായ വേദിയിൽ വെച്ച് 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. അതിലൊരു പുസ്തകത്തിൻ്റെ രചയിതാവാണ് ഞാൻ. രണ്ടാമത്തെ പുസ്തകം ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മിസ്റ്റർ വിനീത് എഴുതിയ നോവലാണ് അത്. സന്തമസ് എന്ന നോവലാണ് ഞാൻ എഴുതിയത്. ഈ നോവലിൽ നമ്മുടെ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സാറ് അത്യാവശ്യം വിശദമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആധുനികമായൊരു കാഴ്ചപ്പാടോടുകൂടി തിരിച്ചു വരണം എന്ന ഒരു രീതിയിൽ എഴുതപ്പെട്ട ഒരു നോവലാണ് സന്തമസ്. കുരുരുട്ട് അല്ലെങ്കിൽ ഇരുട്ട് എന്നൊക്കെ അർത്ഥം വരുന്ന ഈ വാക്ക് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ പുതിയൊരു വെളിച്ചം അന്വേഷിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കണം എന്നൊരു കാഴ്ചപ്പാടിലാണ് ഈ നോവൽ എഴുതിയത്. ഇത് പ്രസിദ്ധീകരിക്കാൻ വളരെ വേഗം മുൻപോട്ട് വന്ന സൈകതത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി സംഗീത, അതുപോലെ മിസ്റ്റർ ജസ്റ്റിൻ മുതലായ ആളുകളുണ്ട്. വളരെ വേഗം ഇത് പ്രസിദ്ധീകരിക്കാമെന്ന് എന്നെ അറിയിക്കുകയാണ് ചെയ്തത്. ഈ നോവൽ ഇന്നിവിടെ പ്രകാശനം ചെയ്ത കരുനാഗപ്പള്ളി MLA ബഹുമാന്യനായ ശ്രീ മഹേഷ് സാർ, അദ്ദേഹത്തോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ 2 നോവലുകളും നല്ല വിലയിരുത്തലുകൾ നടത്തിയ, ഞാൻ മുമ്പ് തന്നെ വായിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനുമൊക്കെ ആയിട്ടുള്ള ഡോക്ടർ മോഹൻദാസ് സാർ, ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സാർ, അദ്ദേഹത്തോടും എനിക്കും അതുപോലെ തന്നെ
മിസ്റ്റർ വിനീതിനുമുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചത് ശ്രീ മഹേഷ് മാണിക്യമാണ്. അദ്ദേഹവും വളരെയധികം വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ സന്തമസ എന്ന നോവൽ ഒരു ലഘു നോവലിൻ്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. 140ഓളം പേജുകൾക്കുള്ളിൽ മാത്രമേ അതുള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ പറയുവാനുള്ളത് അതിൽ വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും സഹകരണവും ഈ നോവലുകളോട് ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സൈകതത്തിൻ്റെ 5, 6, 7 സ്റ്റാളുകളിൽ ഈ 2 നോവലുകളും ഇപ്പോൾ അവൈലബിളാണ്. ബുക്കുകൾ വാങ്ങുകയും അതിൽ നിങ്ങൾക്ക് തോന്നുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കതൊരു മോട്ടിവേഷനായിരിക്കും, പ്രചോദനമായിരിക്കും. അത്തരം റിയാക്ഷൻ കൂടി നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ നോവലുകൾ ഔപചാരികമായി നന്ദി പ്രകാശനം പിന്നീട് നടക്കും. എങ്കിലും ഇതിൽ ഇതുവരെ പങ്കെടുത്ത് പ്രോത്സാഹനം നൽകിയ എല്ലാവരോടും ഈ ഒരു നോവലിൻ്റെ രചയിതാവ് എന്ന രീതിയിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നു. നമസ്കാരം.